നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തിളക്കം കിട്ടാൻ, അല്ലെ അത്ര കോംപ്ലക്ഷൻ കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷെയ്ഡും കൂടെയൊക്കെ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ എക്സ്റ്റേണൽ കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ക്രീമുകൾ, ഇതിൻ്റെ പുറകെയൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. എന്നാൽ ആയുർവേദത്തിലെ ഒരു രസായനം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു തരുമെങ്കിൽ അത് ഉള്ളിലോട്ട് കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഈ കുറേ എക്സ്റ്റേണൽ സാധനങ്ങൾ ഒത്തിരി വില കൊടുത്ത് മേടിച്ച് പുരട്ടുന്നേക്കാളും എന്തുകൊണ്ടും ഈ രസായനം ഉള്ളിൽ കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ നമ്മൾ പുറമേ പുരട്ടുന്നത് പോലെ തന്നെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കോംപ്ലക്ഷന് വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല യൂത്ത്ഫുൾ ആയിട്ട് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള സ്കിൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ സഹായിക്കുന്ന രസായനം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ട്. പക്ഷേ നിങ്ങളതൊരു ആരോഗ്യപരമായ ഒരു രസായനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ചവനപ്രാശമാണത്. പക്ഷേ ഇത് സ്കിന്നിനും മുടിക്കും എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് തരുന്നു എന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ രസായനമുള്ളത്. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതൊക്കെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. നിങ്ങൾ ഒത്തിരി കെമിക്കൽ, അത് ഇപ്പോൾ ഹെർബൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ, ഒത്തിരി എക്സ്റ്റേണലി നമ്മൾ പുറമേ പുരട്ടുന്ന സാധനങ്ങൾ മാറി മാറി പുരട്ടുമ്പോഴൊക്കെ സ്കിന്നിന് ഒത്തിരി ഡാമേജസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ മിക്കവാറും ആൾക്കാർ സൺസ്ക്രീനും അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ നിന്നും കൂടെ സ്കിന്നിനുള്ള ഒരു ഹെൽത്ത്, ആരോഗ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ മുഖം നല്ലോണം, മുഖം മാത്രമല്ല കഴുത്ത്, അതിൽ നമുക്ക് വേണ്ട എക്സ്പോസ്ഡ് പാർട്ടിലെ സ്കിന്നൊക്കെ നല്ല റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ, ചവനപ്രാശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലേഹ്യ രൂപത്തിലുള്ള ഒരു രസായനമാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം കഴിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു 40 ദിവസം അടുപ്പിച്ച് നിങ്ങൾ കഴിക്കണം. 40 ദിവസം രാവിലെ ഒരു ടീസ്പൂൺ, രാത്രി ഒരു ടീസ്പൂൺ വീതം വെച്ച് കഴിക്കണം. അതായത് ടീനേജിലുള്ള ആൾക്കാരാണ്, കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൂടെ പാലും കൂടെ കുടിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് ചവനപ്രാശം അലിയിച്ചിറക്കിയിട്ട് കുറച്ച് പാല് കുടിക്കുക, പിന്നെയും കുറച്ച് ചവനപ്രാശം അലിയിച്ചിറക്കുക, അതേപോലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട്. അതായത് ചവനപ്രാശത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാൻ ഏറ്റവും നല്ലത് പാലിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ചവനപ്രാശത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അമ്ല അല്ലെങ്കിൽ നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു കൊളാജൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടും അതുപോലെ ബ്ലഡിൻ്റെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ, ഇപ്പോൾ നമുക്ക് മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്നു, അത് ബ്ലഡിലെ ഇമ്പ്യൂരിറ്റീസ് മൂലമാണ്, ടോക്സിൻസ് മൂലമാണെങ്കിലൊക്കെ ചവനപ്രാശം വളരെ എഫക്റ്റീവാണ്. കുരുക്കളൊക്കെ മാറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകുന്നതാണ് കേട്ടോ. യൂത്ത്ഫുൾ ആയിട്ടുള്ള റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം മാറിയിട്ടുള്ള സ്കിൻ. അതുപോലെ തന്നെ മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കല്യം വരുന്ന ഒരു 40 കഴിഞ്ഞ ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ നെയ്യും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ലേഹ്യ ഫോം ആണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തടി വർദ്ധിക്കൊന്നുമില്ല. അത് കുറേ അധികം നെയ്യ് മൂടിക്കിടക്കുന്ന ഒരു രസായനമല്ല ചവനപ്രാശം എന്നുള്ളത്. നിങ്ങൾക്ക് തടി വർദ്ധിക്കില്ല. അതുപോലെ മുഖക്കുരു വരും ചവനപ്രാശം അല്ലെങ്കിൽ ലേഹ്യ രൂപത്തിലുള്ള സാധനങ്ങൾ കഴിച്ചാൽ എന്നുള്ളത്. അത് ബാക്കി എല്ലാ ലേഹ്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആണെങ്കിലും ചവനപ്രാശത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് മുഖക്കുരു ഒന്നും വരത്തില്ല. വളരെ സേഫായിട്ട് നിങ്ങൾക്ക് 40 ഡേയ്സ് കഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഇല്ല, കുറച്ചും കൂടെ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കിക്കോളൂ, മനസ്സിലാകും. ഒരു 40 ഡേയ്സ് നിങ്ങളിത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ ഇടുവാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ അത് നോക്കാനും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.